കാനു വലത് കൈകൊണ്ട് ഒരിക്കലും ഇടിക്കാറില്ല, ഇടിച്ചാൽ എതിരാളി പറന്നുപോകും എന്നതായിരുന്നു കാരണം. എന്നാൽ ഒരു ബോക്സിംഗ് മത്സരത്തിൽ കാനു ചുരുണ്ട മുടിയുള്ള മുൻ മറീനായ അഹങ്കാരിയായ ഒരുവനെ നേരിട്ടു. അവൻ തോറ്റിട്ടില്ല, ശ്രദ്ധിക്കണം എന്ന് കോച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ചുരുണ്ട മുടിക്കാരൻ അത് കാര്യമാക്കിയില്ല. മത്സരം തുടങ്ങി. അവൻ ക്രൂരമായി ഇടിച്ചു. കാനു പ്രതിരോധിച്ച ശേഷം കൃത്യസമയത്ത് ഒരു ഇടംകൈ ഹുക്ക് നൽകി അവൻ നിലംപതിച്ചു. എഴുന്നേറ്റ അയാൾ കാനുവിനെ പ്രകോപിപ്പിച്ചു. രണ്ടാം റൗണ്ടിൽ അയാൾ കെണിയൊരുക്കിയെങ്കിലും കാനുവിന്റെ ഇടംകൈ മിന്നൽ പോലെ പാഞ്ഞു. അയാൾ വീണ്ടും വീണു. ഇത്തവണ എഴുന്നേൽക്കാൻ കഴിയാതെ മത്സരം അവിടെ അവസാനിച്ചു. നിരാശനായി നടന്നുപോയ എതിരാളിയെ കാനു ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. സംസാരിച്ചപ്പോൾ അവർ ഒരേ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലുണ്ടായിരുന്നവരാണെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് നീ എപ്പോഴും ഇടത് കൈകൊണ്ടിടിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. കാനു ചിരിച്ചതേയുള്ളൂ. അപ്പോഴാണ് കാനുവിന് അമ്മയുടെ പരിഭ്രാന്തി നിറഞ്ഞ ഫോൺ കോൾ വരുന്നത്. കടയിൽ ഗുണ്ടകൾ ആക്രമിക്കുന്നു. അമ്മയെ രക്ഷിക്കാൻ വലതുകൈ ഉപയോഗിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കി കാനു ഓടിയെത്തി ഓരോ ഗുണ്ടയെയും തട്ടിവീഴ്ത്തി. അവസാനത്തെയാളെയും വീഴ്ത്തിയ ശേഷം കാനു അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു. അപ്പോഴാണ് ഒരു കൂറ്റൻ അംഗരക്ഷകനുമായി യഥാർത്ഥ മുകിലെത്തുന്നത്. കാനു വലതു കൈകൊണ്ട് ആദ്യത്തെ ഇടിയിട്ടെങ്കിലും അത്ഭുതകരമായി മുകിൽ അത് തടുത്തു. കാനു തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് അടുത്തത് കൊടുത്തപ്പോഴും മുകിൽ അല്പം മാത്രം പിന്നോട്ടുപോയി. ആക്രമണങ്ങൾ ഫലിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ അംഗരക്ഷകൻ കാനുവിന്റെ കൈകൾ തട്ടിമാറ്റി അതിശക്തമായി തലകൊണ്ടിടിച്ചു. കാനു നിലംപതിച്ചു. മുകിൽ അവനോട് തനിക്കുവേണ്ടി ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും കാനു അവന്റെ മുഖത്തേക്ക് തുപ്പി. കോപം വന്ന മുകിൽ കാനുവിന്റെ മുഖം കത്തികൊണ്ടു വരഞ്ഞു.